ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ ഇതിപ്പോൾ കുറച്ച് പഞ്ചസാര ആദ്യം പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു കാൽ കപ്പ് പഞ്ചസാര, അതിലേക്ക് 4 ഏലക്കയുടെ അരിയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഴമാണ് വേണ്ടത്. 2 റോബസ്റ്റ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ടത് എല്ലാം നന്നായിട്ട് ഉടച്ച് എടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പും കുറച്ചും കൂടി ഉണ്ട് റവ ചേർത്ത് കൊടുത്തു. ഈ ബൗളിനാണ് നമ്മളെല്ലാം സാധനങ്ങളും അളന്നെടുത്തിട്ടുള്ളത്. ഇത് പഞ്ചസാര, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര, ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് ആട്ടയാണ്, മൈദയല്ല, ആട്ടയാണ്. അത് ആ ബൗളിന് തന്നെ 1.25 ബൗൾ ആട്ടയും കൂടി ചേർത്ത് കുറേശ്ശെ വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. നമുക്കിത് നമ്മളൊരു സ്പൂണിൽ കോരി ഇട്ട് കൊടുക്കാവുന്ന പോലെ. അതിലേക്കൊരു 1/4 ബൗൾ തേങ്ങ ചിരകിയതും കൂടി ചേർത്തു. 1 സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേന് ഞാൻ തേങ്ങാക്കൊത്തിടണം നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി തേങ്ങാക്കൊത്ത് കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നെയ്യിൽ വറുത്ത് തേങ്ങാക്കൊത്ത് കൂടി ചേർത്തപ്പോൾ ഇച്ചിരിയും കൂടി കട്ടിയായി. റവയൊക്കെ ഒന്ന് കുതിർന്നപ്പോൾ ഞാൻ ശകലം വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്താ വെച്ചാൽ പഴം ഒരുപാട് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ആ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ 2 പഴം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൊരിയിച്ച് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് സമയമെടുക്കും. അത് ചെറിയ തീയിൽ കിടന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ കൈ കൊണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലൊന്ന് കൈ നനച്ചതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്ത് കൈ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഷേപ്പൊന്നും ഇതിൻ്റെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഷേപ്പ് അത്ര വലിയ ഷേപ്പൊന്നും കിട്ടത്തില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതും കൂടി വറുത്ത് കോരിയെടുക്കാം. ചെറിയ തീയിൽ കിടന്ന് പതിയെ വേണം ഇത് മുരിഞ്ഞ് വരാനായിട്ട്. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇത് പഴം അങ്ങനെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തു. നമ്മളിത് കോരിയെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.